ഒരിക്കലും നിങ്ങളുടെ ഫോൺ അഡിക്ഷൻ കാരണം നിങ്ങളുടെ മാരേജ് ലൈഫിൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ലെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു ബ്രോ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടോ? ഇഫ് ഹാപ്പി ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് ഒരു ഇത് കിട്ടും, രസം രസം രസം. നത്തിങ് ബ്രോ, നത്തിങ് ഗോയിങ് ടു ഹാപ്പൻ. ഇതുപോലെ നിങ്ങൾക്ക് പ്രീമച്യൂർ ഇജാക്കുലേഷൻ ഉണ്ടാവും ഈ സാധനം കാരണം. നിങ്ങളുടെ മാരേജ് ലൈഫിൽ നിങ്ങളുടെ വുമൺ നിങ്ങളെ ചീറ്റ് ചെയ്യും ഈ സാധനം കാരണം. ഇതൊന്നും ആരും നിങ്ങളോട് പറഞ്ഞു തരത്തില്ല. ഇതൊക്കെ മാറ്റി വെച്ചിട്ട് എനിക്ക് പെൺകുട്ടിയോട് സംസാരിക്കാൻ പറ്റും. ഫാപ്പ് ചെയ്യുന്ന നല്ലതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പെയിനും റിഗ്രറ്റും വരുന്നത്? ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ, ഞാൻ 4-5 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഇതെന്താണ് സെക്സ് എന്താണെന്നൊക്കെ അറിയുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ ചേട്ടന്മാരൊക്കെ ഉണ്ട്, അവരോട് കളിക്കാനൊക്കെ പോകും, ബാഡ്മിൻ്റൺ കളിക്കും, ക്രിക്കറ്റ് കളിക്കും. അങ്ങനെ ഞാൻ ഒരു ദിവസം പോയി. അപ്പോൾ ഇവരിങ്ങനെ എന്തെങ്കിലും കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ നോക്കിയപ്പോൾ ന്യൂഡാണ്. ഓക്കെ, ഞാനിത് ചോദിച്ചു, ഞാൻ അതുവരെ വിചാരിച്ചിട്ടുള്ള പൊട്ടത്തരം എന്തെന്നറിയോ? കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ അച്ഛനും അമ്മയും ഉമ്മ വെച്ചിട്ടാ എന്നാണ് ഞാൻ സത്യത്തിൽ റിയലി കുഞ്ഞാണല്ലോ, അപ്പോൾ നമുക്ക് അറിയത്തില്ലല്ലോ, വിശ്വസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇവരോട് ചോദിച്ചപ്പോൾ ഇവരോട് എന്നോട് കുറേ ഡീറ്റെയിൽസ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, എൻ്റെ അപ്പം അവിടെ ബന്ധുവായിട്ടൊരു ന്യൂലി മാരീഡ് കപ്പിൾസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇവരിങ്ങനെ ആയിരിക്കും അപ്പൊ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ഇത് വന്നു. അപ്പൊ ഞങ്ങൾ കളിക്കാൻ പോയി ക്രിക്കറ്റ് ആണ് കളിച്ചോണ്ടിരിക്കും. അപ്പൊ എന്റെ മൈൻഡ് ഫുള്ളും ഇതാണ്, ഇതിങ്ങനെ ആയിരിക്കും യഥാർത്ഥത്തിൽ നടക്കുന്നത്, അപ്പൊ ഞാനും ഇങ്ങനെ ചെയ്യേണ്ടി വരും, ഇങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് ഞാൻ ക്രിക്കറ്റ് കഴിഞ്ഞ് ചേട്ടൻ്റെ അടുത്ത് വന്നപ്പോൾ ചേട്ടൻ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരാൻ പറയും. ചേട്ടൻ എന്നോട് ഫോൺ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചാൽ മതി, പോൺസ് ആർ സെക്സ് എന്ന് അടിച്ചാൽ മതി. അപ്പൊ ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട്. ഞാൻ റിയലി നേരെ വീട്ടിലോട്ട് ഓടി. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തു, അവിടെ ചെന്നപ്പോൾ ഈ ഫോണൊന്നുമില്ല, എനിക്ക് എന്തൊക്കെയോ ഇങ്ങനെ തോന്നുന്നുണ്ട്. ഞാൻ അച്ഛനും അമ്മ വരുന്നിടം ഇങ്ങനെ വെയിറ്റ്. എന്നിട്ട് ഞാൻ പെതുക്കെ അച്ഛൻ്റെ ഫോൺ എടുത്തിട്ട് ആരും കാണാൻ ഇങ്ങനെ എന്നിട്ട് പോൺസ് ആർ എന്ന് അടിച്ചു. നോക്കിയപ്പം ഇങ്ങനെയുള്ള വീഡിയോസ്, ഞാൻ എന്തൊക്കെയോ എനിക്ക് സംഭവിക്കും, എന്താണെന്ന് എനിക്ക് മനസ്സിലാകും, എന്തൊക്കെയോ സംഭവിക്കും. അങ്ങനെ ആ സമയത്ത് ഇതെന്താണെന്ന് ഞാൻ ഡിസ്കവർ ചെയ്തു. പിന്നെ അതൊരു ഫണ്ണായി, പിന്നെ അത് കണ്ടിന്യൂസ്ലി പോയി, പിന്നെ എനിക്ക് ഫോൺ കിട്ടി, അതൊരു അഡിക്ഷനായി മാറാൻ തുടങ്ങി. റിയലി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നിങ്ങളോട് പറയുന്നത്, ആദ്യമായിട്ട് നിങ്ങൾ ഡിസ്കവർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഡിസ്കവർ ചെയ്താൽ അല്ലെങ്കിൽ ഫാപ്പ് ചെയ്താൽ തെറ്റാണെന്നൊന്നുമല്ല, അങ്ങനെയുള്ള ഒരു പൊട്ടത്തരല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇവിടെ നിങ്ങളോട് പറയുന്ന കീ പോയിന്റ് ആണ് ബ്രോ. നമ്മുടെ റിയൽ ലൈഫിൽ, നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന സെക്സ് ലൈഫിൽ, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടു നടക്കുന്ന ഒരു ഓരോ പോസിറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നോ ഫാബ് എന്ന് പറയുന്നത്. അതാണ് ബ്രോ റിയാലിറ്റി. ഒരിക്കലും നിങ്ങളുടെ ഫോൺ അഡിക്ഷൻ കാരണം നിങ്ങളുടെ മാരേജ് ലൈഫിൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ലെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു ബ്രോ, ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ കാര്യം മാത്രമാണ് എന്റെ ഗോൾ. അല്ല ഞാൻ നിങ്ങളുടെ ഫേക്ക് യൂട്യൂബേഴ്സിന്റെ കൂട്ട് നിങ്ങളുടെ വ്യൂ പിടിച്ചിട്ടാൻ വേണ്ടി നിങ്ങൾ നോഫാബ് ചെയ്താൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് അങ്ങ് പൊട്ടിമുളയ്ക്കും, നിങ്ങൾ നോഫാബ് ചെയ്താൽ നിങ്ങൾക്ക് പെൺകുട്ടിയോട് ഓടിപ്പോയി സംസാരിക്കാൻ വരും, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളോട് പറയുമ്പോൾ അവൻ വിശ്വസിക്കും ഇല്ലേ? ആ കള്ളത്തരം അവൻ വിശ്വസിക്കും. ഞാൻ പറയുന്നില്ല, പക്ഷെ നടക്കും, ഒരു പെർസെൻറ്റേജ് നടക്കും. എങ്ങനെ നടക്കും അത് ഞാൻ ക്ലിയർലി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ബിലീവ് ചെയ്യുകയാണ്, എനിക്ക് നോഫാബ് ചെയ്യുന്നുണ്ടാ, എന്ന് ഞാൻ ഈ ഫാപ്പ് ചെയ്യുന്നുണ്ടാ, എന്ന് ഞാൻ ഇവരെ ഓർത്ത് ചെയ്യുന്നുണ്ടാ, പിന്നെ എനിക്ക് അവരുടെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല എന്ന് നമ്മൾ ബിലീവ് ചെയ്തേ ഇരിക്കുന്നു. റൈറ്റ്, ഒരു നെഗറ്റീവ് ഹാബിറ്റിലേക്ക് പോകുന്നു. നമുക്ക് വേറെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമില്ല നമ്മുടെ ലൈഫിൽ. ഇപ്പം നിങ്ങൾക്ക് സ്കൂൾ ടൈം അവധിയാണ്, ഒക്കെയാണ്. നമ്മൾ ഈ ഡോപ്പമിൻ, ഈ ഫാപ്പിംഗ് ഡോപ്പമിനി തന്നെ ഓരോരോ വീഡിയോയും ഒരു ദിവസം 3 നേരമൊക്കെ കാണുന്നു. റൈറ്റ്, അപ്പൊ നമ്മുടെ ബിലീഫ് എങ്ങനെ സെറ്റ് ചെയ്യും? ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ള, എനിക്ക് നോക്കാൻ പറ്റത്തില്ല, കാണാൻ പറ്റത്തില്ല, എങ്ങനെയായിട്ട് സെറ്റ് ചെയ്യും? പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, അതല്ല അപകടം. ഇതിനകത്ത് ഫണ്ണി പെട്ടതാണ്, ഇതാണ് നിങ്ങളോട് ആരും പറയാത്തത്. അതല്ല ബ്രോ അപകടം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സെക്സ് ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യം പ്രീമച്യൂർ ഇജാക്കുലേഷൻ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ക്ലൈമാക്സിലേക്ക് നിങ്ങൾ എത്തും. നമുക്കറിയാം, പെൺകുട്ടികളുടെ പറഞ്ഞ് നമ്മുടെ കൂട്ട് ഇങ്ങനല്ല, സ്പീഡിൽ വന്ന് സ്പീഡിൽ പോകുന്ന ഒരു പരിപാടിയല്ല, ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് നിങ്ങൾക്ക് ഫുൾഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. ഇമാജിൻ ദിസ് ബ്രോ, ആ സിറ്റുവേഷനിൽ നിങ്ങൾ ആ ബെഡിൽ ഫെയിൽ ആകുന്നത്. ഇമാജിൻ ദ പെയിൻ. അങ്ങനെയാണോ നിങ്ങൾക്ക് ആവേണ്ടത്? ജെനുവിൻ ക്വസ്റ്റ്യൻ ബ്രോ, അതാണ് റിയാലിറ്റി. ഇത് നിങ്ങൾക്ക് ആവണ്ടെന്നുണ്ടെങ്കിൽ യു നീഡ് ടു കൺട്രോൾ യുവർ അഡിക്ഷൻ. ഇത് അഡിക്ഷൻ ആണെന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഇതിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യണം. ഞാൻ നിങ്ങളോട് പറയും എങ്ങനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യണമെന്ന്, ഫുൾ ആക്ഷനബിൾ സ്റ്റെപ്പ് ഞാൻ നിങ്ങളോട്. പക്ഷേ ഇതാണ് റീസൺ. ഞാൻ ഒരു പോയിന്റും കൂടെ നിങ്ങളോട് ആദ്യം പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ചുമ്മാ പറഞ്ഞല്ല. നമുക്കിപ്പോൾ ഒരു നെഗറ്റീവ് ഓറ, നിങ്ങൾ എപ്പോഴും ആലോചിക്കുന്നു ഞാൻ ലക്കി ആയിട്ടുള്ള ഒരാളല്ല, എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ പ്രോബ്ലങ്ങളുണ്ട്, ഒരു റാഡ് മൈൻഡ് സെറ്റിക്കുള്ളാണ് നമ്മൾ എപ്പോഴും കടന്നു പോകുന്നത് അല്ലേ? അവിടുന്ന് നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഓറ വേണമെങ്കിൽ, നമുക്ക് ഹാപ്പിയോട് ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ, നമ്മൾ സംസാരിക്കും തോറും നമ്മുടെ കോൺഫിഡൻസ് കൂടുമെങ്കിൽ, അതെന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഇവിടുന്ന് ഒരിക്കലും ഞാൻ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന ആളാണ്, ഞാൻ ഇസഡ് ഗ്രൂപ്പ് എൻ്റെ വീഡിയോ കാണണം എന്ന് ഞാൻ നിങ്ങളോട് പറയത്തില്ല. യു നീഡ് ടു ടേക്ക് ആക്ഷൻ.
ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട് മാത്രമാണ് നമ്മുടെ ചാനലും നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെന്റും പോകുന്നത്. അല്ലാതെ നിങ്ങളെ വ്യൂ കൂട്ടാൻ വേണ്ടി വീഡിയോ ചെയ്യുന്ന ഒരാൾ മാത്രമല്ല. യു നീഡ് ടു ടേക്ക് ആക്ഷൻ. ആക്ഷൻ എടുക്കാൻ എല്ലാവരും പേടിക്കുന്ന എന്താണ്? അത് പെയിനാ, അതിനകത്ത് എങ്ങനെ ഞാൻ ചെയ്യും, എനിക്ക് സപ്പോർട്ടില്ല. ഓക്കെ, അതൊക്കെ ഉണ്ടാവും, ആ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും. ബട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ബ്രോ, യു നീഡ് ടു ടേക്ക് ആക്ഷൻ. ഇപ്പൊ നിങ്ങളൊരു കാര്യം ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ, 2 വീടുണ്ട്, അവിടെ 2 പിള്ളേരുണ്ട്. ഒരു റാറ്റ് ലൈഫായിട്ടുള്ള ഒരുത്തനുണ്ട്, ഒരു ഈഗിൾ ലൈഫായിട്ടുള്ള ഒരുത്തനുണ്ട്. ആ റാറ്റ് ലൈഫായിട്ടുള്ളവൻ 2 മണി 3 മണിയാകുമ്പോഴൊക്കെ ഫോണൊക്കെ കാണുന്നു, പിന്നെയും ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുന്നു. ഇങ്ങനെ അവന്റെ റൂമിൽ തന്നെ ഒരു വൃത്തിയായിട്ട വാടയാണ്, നല്ല വെട്ടവും ഇല്ല, വെളിച്ചമില്ല, ഒന്നുമില്ല. ഓക്കെ, ഒരു ഡീജനറസി ലൈഫ്. അവൻ രാവിലെ ആകുമ്പോൾ ഒരു 10-11 മണിയാകുമ്പോൾ എണ്ണിക്കുന്നു, പിന്നെ അപ്പം തന്നെ ഫുഡും അതിൻ്റെ കൂടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിക്കുന്നു, ഷുഗർ എല്ലാം കൂടെ കഴിക്കുന്നു, വർക്കൗട്ട് ചെയ്യുന്നില്ല, ഒരു ഹാർഡ് വർക്കും ചെയ്യുന്നില്ല, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നു, ഒന്നും സോഷ്യലി ഇവോൾവ് ആവുന്നില്ല. ഈവൻ അവനൊരു കടയിൽ പോയി സാധനം മേടിക്കാൻ പേടിയാണ്, ഭയമാണ് അവൻ്റെ കണ്ണിൽ. അവനെ ആരെങ്കിലും നോക്കൂ, അവന് കറക്റ്റായിട്ട് ഐ കോണ്ടാക്ട് കൊടുക്കാൻ പറ്റുന്നില്ല, അവന് ആരുമില്ല, അവന് ഒരു റിയൽ ബ്രദർഹുഡ് ഇല്ല. ആ പേരിൽ നിൽക്കുന്ന ഒരാൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ അവൻ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയും, ജിമ്മിൽ പോവുക. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഹി നീഡ് ടു കൺട്രോൾ ഹിസ് എനർജി. എന്താണ് എനർജി? ഇതാരും സംസാരിക്കത്തില്ല. നമ്മൾ ഫാപ്പ് കണ്ടിന്യൂസ്ലി ചെയ്യുകയാണ്, ഈ റാറ്റ് ലൈഫിൽ കിടന്ന് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ഇൻസെക്യൂർ ആവും, നിങ്ങളുടെ കോൺഫിഡൻസ് കുറയും. കറക്റ്റ് ആണ് ബ്രോ, നിങ്ങൾക്ക് പെൺകുട്ടികളെ അഡ്രസ് ചെയ്യാൻ ഒരു പേടി വരും, എനിക്കറിയാം. പക്ഷെ ഞാൻ അക്സെപ്റ്റ് ചെയ്ത് തരത്തില്ല. കാരണം എന്താണ്? ഞാൻ ഫാപ്പ് ചെയ്യുന്ന സമയത്തും എനിക്ക് പെൺകുട്ടിയോട് സംസാരിക്കാൻ ഒരു മടിയില്ല. കാരണം എന്താണ്? ഞാൻ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ എൻ്റെ സെൽഫ് ഇംപ്രൂവ്മെന്റ് കാരണം, ഞാൻ ഇതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ട് കാരണം എനിക്ക് എൻ്റെ സോഷ്യൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റി. അടിപൊളിയായിട്ടാണ് ഇപ്പൊ ഞാൻ ജിമ്മിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് ആണ്. ഇമാജിൻ ചെയ്ത് നോക്കി, ഒരു ഗായ് ഇല്ലേ നിങ്ങൾ എപ്പോഴും കാണുന്നത്, ഇവനോടല്ല എല്ലാവരും മിണ്ടുന്നത്, ഇവനെല്ലാവരും അറിയാലോ. ഞാനിപ്പോൾ ആ പേഴ്സൺ ആണ്. ബിക്കോസ് ഇപ്പൊ എൻ്റെ കൂടെ ഒരുത്തൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് അങ്ങോട്ട് മാറിക്കുമ്പോൾ ബാക്കിയുള്ളവരോട് മിണ്ടും, ഇപ്പുറത്ത് മാറിക്കും ഇവരോട് മിണ്ടും, ട്രെയിനർ ആകുമ്പോൾ ട്രെയിനറിനോട്, എല്ലാവരും, എവ്രിബഡി. പെണ്ണുങ്ങളോട് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് അങ്ങനെ പോയി ജാടം മൈരങ്ങളുണ്ട്. ഓക്കെ, എനിവേ, സോ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരിക. ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ നമുക്ക് കണ്ടിന്യൂസ്ലി ഫേസ് ചെയ്യേണ്ട വരും. ആ എനർജി ഷിഫ്റ്റിന്, ഈ സെൽഫ് ഇംപ്രൂവ്മെന്റിന്റെ ബ്യൂട്ടി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ബ്രോ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഇത് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യേണ്ട, നിങ്ങൾ എനിക്ക് വേണ്ടി, ഈ സബ് ഗ്രൂപ്പിന് വേണ്ടി, ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ചാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, അല്ലേ? ഒരുമിച്ചാണ് നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ. അതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ പവർ. ഞാൻ നിങ്ങളോട് പറയുന്നു, യു നീഡ് ടു ഡെഡിക്കേറ്റ് യുവർ സെൽഫ്. നിങ്ങൾ പെയിനിൽ കൂടെ കടന്നു പോകണം, നിങ്ങൾ ഈ കംഫർട്ട് സോണിൽ കൂടെ പോകരുത്. ബ്രോ, നമുക്ക് എങ്ങും എത്താൻ പറ്റത്തില്ല. ഇമാജിൻ ചെയ്ത് നോക്കൂ ബ്രോ, നമുക്കൊരു റാറ്റ് ലൈഫ് ഉണ്ടാകുന്നത്, ഒരു നോർമൽ പിയോൺ പെസൻ ലൈഫ്. ഡൽഹിയിൽ മുംബൈയിലുള്ള മെട്രോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ എല്ലാവരും തൂങ്ങിപ്പിടിച്ച് അവരുടെ ജോലിക്ക് വേണ്ടി പോകുന്നത്. ജോലി ചെയ്യുന്ന ഒരിക്കലും മോശമാണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ അവരുടെ മൈൻഡ് സെറ്റ് ആ കംഫോർട്ട് സോണിലാണ്. അതാണ് ബ്രോ പ്രോബ്ലം. ജോലി ചെയ്യുന്ന ഒരിക്കലും മോശമാണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ അവരുടെ മൈൻഡ് സെറ്റ് ആ കംഫോർട്ട് സോണിലാണ്. അവരവിടെ പെട്ടിരിക്കുകയാണ്, അവർ ലോൺ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരാളാവാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നമുക്കത് മാറണമെന്നുണ്ടെങ്കിൽ, നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ, ഒരു പോസിറ്റീവായിട്ടൊരു നെറ്റ്വർക്ക് വേണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഒരുപാട് പൈസ വേണമെന്നുണ്ടെങ്കിൽ, വി നീഡ് ടു ഡു സെൽഫ് ഇംപ്രൂവ്മെന്റ്. അതിൻ്റെ നമ്പർ 1 കാര്യമാണ് നിങ്ങളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള പേഴ്സണായി മാറണം. അതിൻ്റെ ബ്യൂട്ടി നിങ്ങൾ മനസ്സിലാക്കണം, അതിൻ്റെ എനർജി നിങ്ങൾ മനസ്സിലാക്കണം, അതിൻ്റെ ഹാപ്പിനെസ് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അതാണ്. ആൻഡ് എപ്പോഴും ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ജസ്റ്റ് യൂട്യൂബ് ചാനലിൽ കാണുന്ന ആൾക്കാർ മാത്രമല്ല, ഐ ഡോണ്ട് ഗിവ് എ ഫക്ക് അബൌട്ട് യൂട്യൂബ്, ബട്ട് ഐ കെയർ അബൌട്ട് യു. ആൻഡ് ഞാൻ നിങ്ങളോട് പറയുന്നു, യു നീഡ് ടു ടേക്ക് ആക്ഷൻ. നിങ്ങളുടെ പോസിറ്റിവിറ്റിക്ക് വേണ്ടി, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി. ഈ ഡീജനറസി മതി ബ്രോ, അടിച്ചത് മതി. ഇതല്ല, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, പുവർ മാൻ സ്ലീപ്പിംഗ് പില്ലാണ് ബ്രോ ഫാപ്പിംഗ് എന്ന് പറഞ്ഞാൽ. ഒന്ന് ആലോചിച്ച് നോക്ക്, സ്വന്തമായിട്ടൊരു ബോഡി ഇല്ലാത്ത, ഒന്ന് ജിമ്മിൽ പോകാത്ത, ഒന്ന് സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യാത്ത, ലൈഫ് എൻജോയ് ചെയ്യാൻ ശ്രമിക്കാത്ത, ആരുമില്ലാത്ത ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു സൈക്കോ, അവന്റെ ലൈഫിലെ ഏക ഒരു സന്തോഷം എന്താണ്? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ ഫാപ്പിംഗ് മാത്രമല്ലേ നിങ്ങളുടെ ലൈഫിലെ ഏക സന്തോഷം? അല്ലെന്ന് പറയാൻ പറ്റൂ നിങ്ങൾക്ക്? ബ്രോ, നമുക്ക് ഈ ലൈഫല്ല വേണ്ടത്. ഈ ലൈഫ് നമ്മളെ എങ്ങും എത്തിക്കത്തില്ല ബ്രോ. യു നീഡ് ടു ടേക്ക് ആക്ഷൻ. നമ്പർ 1 നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത് മാത്രമേ ഉള്ളൂ. ഈ മൈൻഡ് സെറ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, നിങ്ങൾ ആക്ഷൻ എടുക്കാൻ റെഡി ആയിട്ടിരിക്കുക. നമ്മൾ ഒരുമിച്ചായിരിക്കും ഇവിടെ ചെയ്യുന്നത് അടുത്ത 22 ഡേയ്സിലേക്ക്.
നിങ്ങൾ നോ ഫാവ് ചെയ്യും. നിക്ക് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും, ഓ ശരി 24 ഡേയ്സിലേക്ക് ഞാൻ നോ ഫാവ്, യെസ് ചെയ്യും. പക്ഷെ 2 ദിവസം നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഫെയിൽ ആവും. അഫ്കോഴ്സ് നിങ്ങൾ ഫെയിൽ ആവും. എന്താണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്? എന്താ നിങ്ങൾ എന്തോ ഹനുമാനോ ഒറ്റ അടിക്കോ എടുക്കുമ്പോഴത്തേക്കും മല പൊക്കിക്കൊണ്ട് വരാൻ? ഹനുമാനാണോ? അല്ലല്ലോ. സോ യു വിൽ ഫെയിൽ, ഓഫ് കോഴ്സ് യു വിൽ ഫെയിൽ എന്ന് വെച്ചിട്ട് ഒരിക്കലും ഈ ഒരു എക്സ്ക്യൂസ് എനിക്ക് കേൾക്കോ വേണ്ട ബ്രോ, നിങ്ങൾ ഫെയിൽ ആയെന്ന് വെച്ചിട്ട് നിങ്ങൾ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ എന്തൊരു പൊട്ടനാണ് നിങ്ങൾ ബ്രോ. നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു, നമ്മൾ ഫെയിലായി, അയ്യോ എൻ്റെ സെൽഫ് ഇംപ്രൂവ്മെന്റ് എല്ലാം പോയി, എൻ്റെ അപ്പോഴത്തേക്ക് ഷോൾഡർ ഇങ്ങനെ കുനിയും, എൻ്റെ ഡോപ്പമിൻ എല്ലാം പോയി, എൻ്റെ അത് പോയി, ഇത് പോയി, എൻ്റെ നോഫ പോയി, എൻ്റെ എല്ലാം നഷ്ടം. നോ, ഒരിക്കലും അല്ല. അങ്ങനെ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അവനൊരു വെണ്ടയും സെൽഫ് ഇംപ്രൂവ്മെന്റിനെ കുറിച്ച് അറിയത്തുമില്ല, അതുപോലെ തന്നെ അവൻ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന ഒരുത്തനും അല്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, യു വിൽ ഫെയിൽ, അഫ്കോഴ്സ് യു വിൽ ഫെയിൽ. പക്ഷേ ഇവിടാണ് ട്രിക്കി പാർട്ട്, ഇതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ട്. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നത് ഇതിനു മാത്രമാണ്. നിങ്ങൾ എത്ര മാസം വേണമെങ്കിലും എടുത്തോ, 2 മാസം എടുത്തോ മിനിമം. പക്ഷേ നിങ്ങളുടെ സൈക്കോളജി പരമായിട്ട് നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്കി. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം, നിങ്ങൾ 2 മാസം ടൈം എടുക്കുന്നു, 22 ഡേയ്സ് നിങ്ങൾ ഫാപ്പ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും, ഓ ബ്രോ അത് ഈസി ആണല്ലോ, അത് എളുപ്പമാണല്ലോ, 22 ഡേയ്സ് ഞാൻ ഫാപ്പ് ചെയ്താൽ മതി. യെസ്, 22 ഡേയ്സ് നിങ്ങൾ കൺട്രോൾ ചെയ്യണം. എന്താ ഇതിന്റെ ബ്യൂട്ടി എന്നറിയാം? നിങ്ങൾ 22 ഡേയ്സ് 1 2 3 4 5 6 7 അങ്ങനെ 22 ഡേയ്സ് എഴുതി വെച്ചു, റൈറ്റ്? ഓക്കെ, ഇന്ന് നിങ്ങൾ ഫാപ്പ് ചെയ്തില്ല, ടിക്ക്. 2-ാമത്തെ ദിവസം നിങ്ങൾ ചെയ്തില്ല, ടിക്ക്. 4-ാമത്തെ ദിവസമായപ്പം നിങ്ങൾ ഫാപ്പ് ചെയ്തു, റൈറ്റ്? അപ്പൊ അവിടെ പോവുകയില്ല, അവിടെ എല്ലാം നഷ്ടപ്പെട്ട് തകർന്നു പോവില്ല. ഓക്കെ, ആ ദിവസം സ്കിപ്പ് ചെയ്തിട്ട് ആ ബുക്കിനകത്ത് എത്ര തിക്കാണോ നിങ്ങൾ വരുത്തിയിരിക്കുന്നത് അത് ടോട്ടലി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 22 ഡേയ്സ് ആണെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ് എന്നാണ് അർത്ഥം. യു ക്യാൻ ഡു ഇറ്റ്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് അരങ്ങൻ്റെ ഒന്നുമല്ല, ഞാൻ വലിയ ആളാന്ന് കാണിക്കാൻ വേണ്ടി പറയുകയല്ല ബ്രോ. ഞാനിപ്പോൾ കണ്ടിന്യൂസ്ലി ഫാപ്പ് ചെയ്യാമെന്ന് നിങ്ങൾ വെച്ചോ, അല്ല ഞാൻ ഫാപ്പ് ചെയ്യില്ല, പക്ഷെ കണ്ടിന്യൂസ്ലി ഞാൻ ഫാപ്പ് ചെയ്യാന്ന് വെച്ചോ, ഞാൻ എൻ്റെ കൈ ഒന്ന് ഞൊടിച്ചാൽ എനിക്ക് എൻ്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്തിട്ട് അതൊരു പ്രശ്നമേ അല്ല എനിക്ക്. പിറ്റേ ദിവസം നോ ഫക്കിംഗ് പ്രോബ്ലം. എനിക്കറിയാം നിങ്ങൾ എക്സാം ടൈമിലാണ്, ഭയങ്കരമായിട്ട് ടെൻഷൻ ടൈമിലാണ്. ഓക്കെ, ഞാനും KTU എക്സാം എഴുതിയ ഒരാളാണ്, അതിന്റെ ടെൻഷനും പ്രഷറും ഒക്കെ എനിക്കറിയാം. അപ്പൊ നിങ്ങൾ ചെയ്യും, നോ പ്രോബ്ലം. ബട്ട് കീ പോയിന്റ് ഇതാണ്, നിങ്ങൾക്ക് ഒരിക്കലും അത് അഡിക്ഷൻ ആവാൻ പാടില്ല. ബ്രോ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടോ ഈ ഹാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ? അപ്പൊ നിങ്ങൾക്ക് ഒരു ഇത് കിട്ടും, ആ രസം. നത്തിങ് ബ്രോ, നത്തിങ് ഗോയിങ് ടു ഹാപ്പൻ. ഇതുപോലെ നിങ്ങൾക്ക് പ്രീമച്യൂർ ഇജാക്കുലേഷൻ ഉണ്ടാവും ഈ സാധനം കാരണം. നിങ്ങളുടെ മാരേജ് ലൈഫിൽ നിങ്ങളുടെ വുമൺ നിങ്ങളെ ചീറ്റ് ചെയ്യും ഈ സാധനം കാരണം. ഇതൊന്നും ആരും നിങ്ങളോട് പറഞ്ഞു തരത്തില്ല. ഇതൊക്കെ മാറ്റി വെച്ചിട്ട്, ഓ എനിക്ക് പെൺകുട്ടിയോട് സംസാരിക്കാൻ പറ്റും, അങ്ങനെ പറയുന്നത് കാരണം എന്താ? നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി ഉണ്ടോ? എനിക്ക് പെൺകുട്ടിയോട് എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരും, എന്റെ വാക്ക് തെറ്റിപ്പോ എനിക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് അത്. എല്ലാവരും അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ, റൈറ്റ്? പക്ഷെ എങ്ങനെയാണ് നമ്മൾ ഇമ്പ്രൂവ് ആകുന്നത്? നമ്മുടെ സോഷ്യൽ സ്കിൽസ് വെച്ചിട്ടാണ് നമ്മൾ ഇമ്പ്രൂവ് ആകുന്നത്, അല്ലേ? ഞാൻ പറയുന്നു, ഇപ്പോഴും പിൻ പോയിന്റ് ആയിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് കണ്ടിട്ട് ആരും എന്റെ തന്തയ്ക്ക് വിളിക്കാൻ വരണ്ട, പിൻ പോയിന്റ് ആയിട്ട് ഞാൻ ഇത് നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഓറ ഈ കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അതാണ് ബ്രോ ഇതിന്റെ ബ്യൂട്ടി. ഇമാജിൻ ചെയ്ത് നോക്കൂ ബ്രോ, നിങ്ങൾ രാവിലെ എണ്ണിച്ച് ജിമ്മിൽ പോയി വർക്കൗട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുന്നു, നിങ്ങൾക്കൊരു ജിം ബടിയുണ്ട്, അവന് ഫിഷ് ബംപ് കൊടുക്കുന്നു, നിങ്ങൾ ഹാർഡായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്യുന്നു. ബൈ ദ വേ ഞാനിപ്പോൾ അങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. എന്ത് ബ്യൂട്ടി ആണെന്ന് അറിയാം ബ്രോ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ മിസറബിൾ ആയിട്ട് വിഷമിച്ചിരിക്കുകയാണെന്ന് ഇവിടെ എൻ്റെ മുഖം കണ്ടിട്ട്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? റിയലി ഡു യു തിങ്ക്? നോ ബ്രോ, ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ ലൈഫ്. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് ഹാർഡാണ്, പെയിൻ ആണ്, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും കാണത്തില്ല. നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, നിങ്ങളുടെ സിനിമയ്ക്ക് വിളിക്കാൻ വരുന്ന ഇവന്മാരുണ്ടല്ലോ, ഇവന്മാരും കാണത്തില്ല. നമ്മൾ ഒറ്റയ്ക്കായിരിക്കും ബ്രോ, ഒറ്റയ്ക്ക്. ആ ഡാർക്ക് പീരീഡിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുത്തരും കാണത്തില്ല. ടേക്ക് ആക്ഷൻ ബ്രോ, ടേക്ക് ആക്ഷൻ. നിങ്ങൾ ഡീജനറസി ആയിട്ടൊരു സാധനത്തിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം, നിങ്ങൾക്ക് എങ്ങനെ ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റും? നിങ്ങളുടെ ഓൺ ബ്രെയിനെ, നിങ്ങളുടെ ഓൺ കൈ ഈ സംഭവം ചെയ്യുന്നതിൽ നിന്ന് മാറ്റാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും? യു കനോട്ട്. സോ ടേക്ക് ഇറ്റ്. ആൻഡ് ഫ്രീ ആയിട്ടുള്ള നമ്മുടെ ഇസഡ് ഗ്രൂപ്പ് ചാനലുണ്ട്. ഞാൻ ചാനലിൽ ഭയങ്കരമായിട്ട് ഇപ്പോൾ ആക്റ്റീവ് ആണ്, നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിനകത്ത് ഒരു ലിങ്കോ കോപ്പോ ഒന്നും കൊണ്ടിട്ടേക്കരുത്, എനിക്ക് ഇഷ്ടമല്ല, ഞാൻ എടുത്ത് റിമൂവ് ചെയ്ത് കളയും. പിന്നെ എന്നോട് ദേഷ്യം കാണിച്ചിട്ട് ഒരു കാര്യമില്ല, ഇതാണ് റൂൾ. ഈ റൂൾ അനുസരിച്ച് നിങ്ങൾക്ക് പോകാമെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ പെയിന്, നിങ്ങളുടെ പ്രോബ്ലങ്ങൾ, നിങ്ങൾക്ക് ബാക്കിയുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ ഇൻവെന്റ് ചെയ്യാൻ, അതിനകത്ത് പുതിയ ചലഞ്ച് സെറ്റ് ചെയ്യാം, എല്ലാത്തിനും അതിനകത്ത് ഫ്രീഡം ഉണ്ട്. മണി മേക്കിങ്ങും
നിങ്ങൾക്ക് അതിനകത്ത് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്നുമായിട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ എനിക്കൊരു ഗായിയെ വേണം. എൻ്റെ റൈറ്റ് ഹാൻഡായിട്ട് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ ഇസഡ് ഗ്രൂപ്പിൻ്റെ റൈറ്റ് ഹാൻഡായിട്ട് ഒരാളെ വേണം. നൗ ഐ ആം ലുക്കിംഗ് ഫോർ ഹിം ആൻഡ് വെയിറ്റിംഗ് ഹിയർ ഫോർ ഹിം. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇത്ര മാത്രമേ ഉള്ളൂ. യു നീഡ് ടു കം ടു മീ ആൻഡ് വി വിൽ വർക്ക് ടുഗദർ. ഓക്കെ? You will never walk alone because we are the Z group. This is not the end. This is the beginning. Love you, brother. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. അഫ്കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ബിക്കോസ് ഐ ആം ദ ഗായ്. ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ഷെയർ ഇറ്റ് ടു യുവർ ഫ്രണ്ട്സ്. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ് ബ്രോ. അക്കൗണ്ടബിലിറ്റി ഇസ് ദ ബ്യൂട്ടിഫുൾ തിങ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൊട്ട ഫ്രണ്ടിന് അയച്ചു കൊടുക്കരുത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് സെൽഫ് ഇംപ്രൂവ്മെന്റ് ഇസഡ് ഗ്രൂപ്പിൽ കയറി ചെയ്യാൻ പറ്റും. ലവ് യു ബ്രദർ, ലവ് യു.